എന്താ? ഏതോ ഒരു വാരിക വായിക്കുകയായിരുന്ന ശ്രീകല അവളെ മുഖമുയർത്തി വെറുപ്പോടെ നോക്കി. അത് ചോറ് കുഴിഞ്ഞ കണ്ണുകളും ക്ഷീണിച്ച ശരീരവുമായി കരുണയോടെ മുഖം താഴ്ത്തി പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു. ചോറോ? ആർക്ക്? ശ്രീകലയുടെ മുഖം ഇരുണ്ടു. എനിക്ക് വിശന്നിട്ട് കുറച്ചു മതി, അവൾ വയറിൽ കൈവച്ചു പറഞ്ഞു. ഓഹോ, നിനക്ക് വിശക്കുന്നുണ്ടോ? എന്നാലേ മോൾക്കിന്നിവിടെ ചോറില്ല. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോണില്ല കേട്ടോ. അവർ അവളുടെ കയ്യിലിരുന്ന പ്ലേറ്റ് തട്ടിപ്പറിച്ചെടുത്തു. എന്നിട്ട് അവളെ പുറത്തേക്ക് പിടിച്ചു തള്ളി. തളർന്ന മുഖത്തോടെ ഒരിറ്റ് കരുണയ്ക്കായി അവൾ കലയുടെ മുഖത്തേക്ക് കണ്ണീരോടെ നോക്കി. എന്നാൽ അവിടെ അവളോടുള്ള വെറുപ്പ് തെളിഞ്ഞു കാണാം. നിന്ന് മോങ്ങാതെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോടി. നിനക്കലക്കാൻ അവിടെ തുണി കൊണ്ടിട്ടിട്ടുണ്ട്, ചെന്നെല്ലാം വൃത്തിക്ക് കഴുകിയിട്, അവർ ഒരു ദയയുമില്ലാതെ പറഞ്ഞു. ഇച്ചിരി ചോറുതാ കൊച്ചമ്മേ, വിശന്നിട്ടാ. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം ചെയ്തു തീർത്തോളാം, അവൾ വയറിൽ കൈവച്ച് കെഞ്ചി. ഇറങ്ങിപ്പോ അസത്തെ, നാണമില്ലല്ലോ ഇവിടെ വന്നിത് ചോദിക്കാൻ. നിനക്ക് 3 നേരം വെട്ടി വിഴുങ്ങാൻ നിന്റെ തന്തയും തള്ള ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഏരണം കെട്ടവൾ, ഇറങ്ങിപ്പൊക്കോണം എൻ്റെ മുൻപിൽ നിന്ന്. അവർ അവളെ പിടിച്ചു തള്ളി. അവൾ തെറിച്ച് വാതിലിൻ്റെ അടുത്തേക്ക് വീണു. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി അവളെ അവർ പുറംകാലം കൊണ്ട് ശക്തിയായി ചവിട്ടി. ആ അമ്മേ! മുറ്റത്തേക്ക് തെറിച്ചു വീണ് അവളുടെ കൈകാലുകൾ പൊട്ടി ചോരയൊലിച്ചു. കൺമുൻപിൽ നിന്ന് പോ പിശാശേ, മനുഷ്യൻ്റെ സമാധാനം നശിപ്പിക്കാനായിട്ട് നാശം വന്നോളും. ശാപവാക്കുകൾ അലറിക്കൊണ്ട് അവർ അവളെ പുറത്താക്കി കതകുകൾ അടച്ചു. വീഴ്ചയുടെ ആഘാതത്തിൽ അവളുടെ കൈമുട്ടുകൾ നിലത്തുരഞ്ഞു, പോറലുകൾ വീഴ്ത്തി. ശരീരത്തിൻ്റെ വേദനയേക്കാൾ കൂടുതൽ ഹൃദയത്തിൻ്റെ വേദന അവളെ കുത്തി മുറിവേൽപ്പിച്ചു. എങ്കിലും പിന്നീട് അവളുടെ കണ്ണുകൾ നിറഞ്ഞില്ല. കാരണം അവ വറ്റി വരണ്ടിരുന്നു. അനാഥത്വം അറിഞ്ഞ നാൾ മുതൽ തന്നോടുള്ള തൻ്റെ രണ്ടാനമ്മയുടെ ക്രൂരതകൾക്ക് പാത്രമായപ്പോഴൊക്കെയും ഒരുപാട് കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ട്. ആരെങ്കിലും എന്നെങ്കിലും തനിക്കൊരു തണലായി വരുമെന്ന പ്രതീക്ഷയിൽ ഉള്ളുനീറുമ്പോഴും സ്വയം ആശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവളുടെ ജീവിതം നൂലുപൊട്ടിയ പട്ടം പോലെയാണ്. ആരുടെയൊക്കെയോ അടിമപ്പണി ചെയ്ത് ഒരു നേരത്തെ ആഹാരത്തിനായി കഷ്ടപ്പെടുന്നു. ശരീരത്തിൽ പോലും പോറലും പാടുകളും ഇല്ലാത്ത സ്ഥലമില്ല. ഇത്രയേറെ ഉപദ്രവങ്ങൾ സഹിക്കാൻ താൻ എന്ത് പാപമാണ് ചെയ്തതെന്ന് ഓർത്തൊരുപാട് കരഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, യാചിക്കാത്ത ദിവസങ്ങളില്ല. എന്നിട്ടും തൻ്റെ പ്രാർത്ഥന മാത്രം ദൈവം കേട്ടില്ല. ജന്മം നൽകിയ പിതാവ് പോലും രണ്ടാനമ്മയുടെ വികൃതമായ ചേഷ്ടകൾ കണ്ടില്ലെന്ന് നടിച്ച് തന്നെ വീണ്ടും നോവിക്കുന്നു. വിദ്യാലയത്തിൻ്റെ പടി കയറാനോ അക്ഷരങ്ങളുമായി കൂട്ടുകൂടാനോ കഴിയാതെ പോയ നിസ്സഹായയായ ഒരു പെൺജീവിതം. എല്ലുമുറിയ പണികളെടുത്താലും രണ്ടാനമ്മയുടെ വായിൽ നിന്ന് കേൾക്കുന്ന അസഭ്യം മാത്രമല്ല, ആർത്തവ ദിനങ്ങളിലെ കഠിന വേദനകൾക്കിടയിലും ശ്വാസം നിൽക്കും വിധം പണിയെടുത്ത് അവസാനം ഒരിറ്റ് ചോറ് പോലും നിഷേധിക്കപ്പെട്ട് വെറും വെള്ളവും പശുവിൻ്റെ കാടിവെള്ളത്തിൽ നിന്ന് കിട്ടുന്ന പഴത്തിൻ്റെ അംശവും മാത്രം ഭക്ഷിച്ച് കണ്ണുകളടച്ച രാത്രികൾ അവൾക്ക് എന്നും ശീലമാണ്. 2 വയസ്സുവരെ അമ്മയുടെ ചിന്നുമോളായി വളർന്നു. അവളെ വിധി ചതിച്ചത് അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട ക്യാൻസറിലൂടെയായിരുന്നു. ഓർത്തെടുക്കാൻ ഒരു രൂപമോ കൊതിതീരെ കാണാൻ ഒരു ചിത്രമോ പോലും അവൾക്കുണ്ടായിരുന്നില്ല. എങ്കിലും എന്നും അവൾ അമ്മയെ ഓർക്കാറുണ്ടായിരുന്നു. പലതവണ അമ്മയുടെ ചാരയെത്താൻ നോക്കിയെങ്കിലും സ്വന്തമായി മരിക്കാനുള്ള അവകാശം പോലും ആ അനാഥ ജന്മത്തിന് നഷ്ടമാവുകയായിരുന്നു. ഭാഗ്യ എന്ന പേരിനോട് യാതൊരു ബന്ധവും പുലർത്താത്ത അവളുടെ ജീവിതം ഓരോ നിമിഷവും അവളെ നോക്കി കൊഞ്ചനം കുത്തുകയായിരുന്നു. കയ്യിലൂടെ ഊർന്നിറങ്ങിയ ചോരയെ ഇട്ടിരുന്ന കുപ്പായത്തിൻ്റെ അറ്റം കൊണ്ടൊപ്പി വേദനിക്കുന്ന കാൽ വലിച്ചവൾ അലക്കാനുള്ള തുണികളുമായി അലക്കുകല്ലിൻ്റെ അരികിലെത്തി. ചുട്ടുപൊള്ളുന്ന വെയിലാണ്, വയറാണെങ്കിൽ വിശപ്പ് കാരണം കത്തി നിൽക്കുന്നു. അവൾ കുറച്ച് വെള്ളം മുഖത്തേക്ക് ശക്തിയായി ഒഴിച്ചു. സോപ്പ് തിരുമ്മി തുണി നനയ്ക്കുമ്പോൾ കയ്യും കാലും നീറിപ്പുകയുന്നുണ്ട്. എങ്കിലും പണികൾ കൃത്യസമയത്ത് തീർത്തില്ലെങ്കിൽ ഇതിൽ കൂടുതലായിരിക്കും തനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയെന്ന് അറിയാവുന്നതിനാൽ അവൾ തുണികൾ ഓരോന്നായി അലക്കിക്കൊണ്ടിരുന്നു. എടി അസത്തെ, പെട്ടെന്ന് പുറകിൽ നിന്ന് മറ്റൊരു സ്ത്രീ ശബ്ദം കേട്ടതും ഭാഗ്യ തിരിഞ്ഞു നോക്കിയതും കരണം പൊളക്കിയ ഒരടിയായിരുന്നു അവൾക്ക് കിട്ടിയത്. ഭാഗ്യ ഒരു വശത്തേക്ക് വേച്ചുപോയി. അവളുടെ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളമൊഴുകി. നീയാണല്ലേ എൻ്റെ ഈ ഡ്രസ്സിൽ കറ പറ്റിച്ചത് അല്ലേ? എത്ര രൂപയുടെ ഡ്രസ്സാണെന്നറിയുമോ? കലയുടെ മൂത്ത മകൾ ശ്രീലക്ഷ്മി ഭാഗ്യയുടെ നേരെ അലറി. അയ്യോ, ഞാനല്ല കൊച്ചേച്ചി, സത്യമായി ഇത് ഞാൻ അലക്കിയതല്ല. കൊച്ചമ്മ ഇത് ഇന്നലെ വാഷിംഗ് മെഷീനിൽ ഇടുന്നത് കണ്ടായിരുന്നു. ഞാനല്ല, എന്നെ ഒന്നും ചെയ്യല്ലേ, കൈ കൂപ്പിക്കൊണ്ട് അവൾ കരഞ്ഞു പറഞ്ഞു. ഛീ നിർത്തടി,
ഇതൊക്കെ ചെയ്തതും പോരാഞ്ഞിട്ട് അമ്മയുടെ മേലെ കുറ്റം പറയുന്നു. ഇനി മേലാൽ ഇങ്ങനെ വല്ലതും നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ കത്തിച്ചു കളയും നിന്നെ, കേട്ടോടി. അവളുടെ മുടിക്കുത്തിന് പിടിച്ച് ഭാഗ്യ വേദന കൊണ്ട് നിലവിളിച്ചു. ലക്ഷ്മി പോയിട്ടും ഭാഗ്യ ആ അലക്കുകല്ലിൻ്റെ അരികിൽ ഇരുന്ന് വാ പൊത്തി കരഞ്ഞു. ഒച്ച കേട്ടാൽ ഇനിയും അടി കിട്ടുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഓടിപ്പോകാൻ പോലും തനിക്ക് മറ്റൊരു സ്ഥലമില്ല. ആത്മഹത്യ ചെയ്യാനുള്ള മനക്കരുത്തുമില്ല. കരഞ്ഞു വീർത്ത കൺപോളകളുമായി അവൾ വീണ്ടും തുണികൾ അലക്കി. ഒരു ഞായറാഴ്ച രാവിലെ ആ വീടിൻ്റെ കവാടം കടന്നൊരു വാഹനം മുറ്റത്തേക്ക് പ്രവേശിച്ചു. അതിൽ നിന്ന് സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി. കൂടെ മറ്റു ചില ആൾക്കാരും. അവർ ആ വീടും പരിസരവും മൊത്തത്തിലൊന്ന് വീക്ഷിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അന്ന് അവളുടെ രണ്ടാനമ്മയായ ശ്രീകലയ്ക്ക് ഭാഗ്യയോട് അളവറ്റ സ്നേഹപ്രകടനങ്ങളായിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് അന്നേരം വരെയും ഊഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അത് തന്നെ മറ്റൊരിടത്തേക്ക് പറിച്ചു മാറ്റാനുള്ള തയ്യാറെടുപ്പുകളാണെന്ന്. സാഗർ എന്നാണ് അയാളുടെ പേര്. 30-നടുത്ത് പ്രായമുണ്ടെന്ന് തോന്നുന്നു. ഇളം കാപ്പി നിറം, വെട്ടി ഒതുക്കിയ താടിയും മീശയും, നല്ല പൊക്കവും ആവശ്യത്തിന് വണ്ണവുമുള്ള ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ. ചായ കൊടുത്തു കഴിഞ്ഞ് പേരിനൊരു ചടങ്ങെന്ന പോലെ ഭാഗ്യ അവരുടെ മുന്നിൽ ഒരു കാഴ്ചവസ്തുവായി കൊണ്ടു നിർത്തി. ആരുടെയും മുഖത്തു നോക്കിയില്ല. അപ്പോഴും മനസ്സ് പലവിധ ചിന്തകളിൽ കുടങ്ങിക്കിടന്നിരുന്നു. എന്നാൽ ആരോ തൻ്റെ അടുത്തേക്ക് വരുന്നതറിഞ്ഞ് മെല്ലെ കണ്ണുകൾ ഉയർത്തി നോക്കി. 50-നോടടുത്ത് പ്രായം വരുന്നൊരു സ്ത്രീ. കാണാൻ നല്ല ഐശ്വര്യമുള്ള മുഖം എവിടെയോ കണ്ടു മറന്നതുപോലെയുണ്ട്. അവർ അടുത്തു വന്ന് ഭാഗ്യയുടെ തോളിൽ കൈ ചേർത്തു. വർഷങ്ങൾക്ക് ശേഷം കരുണയോടെയുള്ളൊരു സ്പർശനത്തിൽ അവളുടെ ചുണ്ടിൽ അറിയാവുന്നൊരു പുഞ്ചിരി വിടർന്നു. ഞാൻ സാഗറിൻ്റെ അമ്മയാണ് കൃഷ്ണപ്രഭ. മോളെ എനിക്ക് നല്ല ഇഷ്ടമായി. ഈ കല്യാണത്തിന് മോൾക്ക് സമ്മതമല്ലേ? അത്രയും സമാധാനത്തോടെ സ്നേഹത്തോടെ തന്നോട് ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്ന് ഭാഗ്യ ഓർത്തു. അവൾ അതേന്നും മെല്ലെ തലയാട്ടി. പ്രഭ അവളുടെ കവിളിൽ മെല്ലെ തലോടി. വന്നവർ എല്ലാം തിരികെ പോയി. വീണ്ടും ആ നരകതുല്യമായ വീണ്ടും അവിടുത്തെ അടിമയായി ഭാഗ്യയും. രാത്രി കഴിക്കാൻ വേണ്ടി ഒരു ഇലയിലേക്ക് രണ്ടാനമ്മ അവരുടെ മക്കളുടെ ഭക്ഷണത്തിൻ്റെ ബാക്കി ഇട്ട് തന്നു. എന്നാൽ അതിനോട് ഒട്ടും അറപ്പ് തോന്നിയില്ല അവൾക്ക്. കാരണം അത് തൻ്റെ ബിരിയാണിയാണ്. ജീവൻ നിലനിർത്താനുള്ള ഒരുപിടി പറ്റുകൾ. ഏറെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അച്ഛനെന്ന് പറയപ്പെടുന്നയാൾ അവളെ കാണാൻ അരികിലേക്ക് വന്നു. അടുത്ത തിങ്കളാഴ്ച അവർ ശ്രീകൃഷ്ണ അമ്പലത്തിലേക്ക് വരും. അമ്പലത്തിൽ വെച്ചൊരു താലികെട്ട്. ഇവിടുന്ന് ആരെയും പ്രതീക്ഷിക്കണ്ട. രാവിലെ എഴുന്നേറ്റ് എടുക്കാനുള്ളതൊക്കെ എടുത്ത് ഇറങ്ങിക്കോണം. പിന്നെ ഒരു കാര്യം കൂടെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വല്ല മരത്തിലോ ഫാനിലോ തീർന്നേക്കണം. അല്ലാതെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി വന്നേക്കരുത്, കേട്ടല്ലോ. അത്രയും പറഞ്ഞിട്ട് ജനിപ്പിച്ചയാൾ തിരികെ പോയി. അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. മനസ്സിനൊരു മരവിപ്പോ സങ്കടമോ അങ്ങനെ ഒന്നും. ചിലപ്പോൾ അതൊക്കെ പണ്ടേ മരണപ്പെട്ടതുകൊണ്ടാവാം. അങ്ങനെ താൻ ഈ കാരാഗ്രഹത്തിൽ നിന്നും മറ്റൊരു കൂട്ടിലേക്ക്. അവിടെയും താൻ അടുക്കളക്കാരി തന്നെ ആവും തീർച്ച. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുത്തിയെ ആര് സ്നേഹിക്കാൻ? സ്നേഹിക്കപ്പെടാനും ഒരു ഭാഗ്യം വേണം. ആരാരും സ്വന്തമായി ഇല്ലാത്തവർക്കേ അതിൻ്റെ വിലയറിയൂ. അവൾ മെല്ലെ കണ്ണുകൾ അടച്ചു. മുന്നിൽ മുഖമില്ലാത്ത അമ്മയുടെ രൂപം തെളിഞ്ഞു. ആ അരികിലേക്ക് ഓടി അണയാൻ തോന്നുന്നു. ആ മടിയിൽ തലചായ്ച്ചുറങ്ങാൻ തോന്നുന്നു. പക്ഷെ അമ്മയ്ക്ക് പോലും തന്നെ വേണ്ടാതായിരിക്കുന്നു. അവൾ സാഗറിനെക്കുറിച്ചോർത്തു. തന്നേക്കാൾ 10 വയസ്സിലധികം പ്രായം, കാണാനും ഭംഗിയുണ്ട്. എന്നിട്ടെന്തേ ഇങ്ങനൊരു നാടകം? ചിലപ്പോൾ ഒരു വെപ്പാട്ടിയായിട്ടായിരിക്കും. അല്ലെങ്കിൽ പണച്ചിലവില്ലാതെ ജോലി ചെയ്യുന്നൊരു അടുക്കളക്കാരി. അതല്ലെങ്കിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും കുഴപ്പം കാണും. ചിലപ്പോൾ തന്നെ ഉപദ്രവിച്ചേക്കാം. അനുവാദമില്ലാതെ ശരീരം കീഴടക്കിയേക്കാം. വേണ്ടി വന്നാൽ ജീവൻ എടുത്തെന്ന് വരാം. ആയിക്കോട്ടെ, ജീവിതമില്ലാത്തവൾക്ക് ജീവൻ എന്തിനാണ്? അത്രയ്ക്ക് നിസ്സഹായയായി പോയിരുന്നു അവൾ. ചിന്തകൾ പല പല ദിക്കുകളിലേക്ക് സഞ്ചരിച്ചു. എന്നാൽ എവിടെയും അവൾ സന്തോഷം കണ്ടെത്തിയില്ല. നിർവികാരമായി അവൾ കിടന്നു. ഒരാഴ്ച യാതൊരു മാറ്റവുമില്ലാതെ കടന്നുപോയി. എന്നും തന്നിലുള്ള നിർവികാരതയോടെ അവൾ ജോലികളെല്ലാം ചെയ്തു തീർത്തു. ഒരുപാട് ആലോചനയ്ക്ക് ശേഷം അവൾ രണ്ടാനമ്മയുടെ അരികിലേക്ക് ചെന്നു. എന്താ? ഫോണിൽ നിന്ന് തലയുയർത്തി അവർ വെറുപ്പോടെ അവളെ നോക്കി. അത് ഞാൻ നാളെ പോകുക. അവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അതിന് ഞങ്ങളെന്ത് വേണം? എവിടെയും പോയി തുലൈ ശവം. ഇനി നിന്റെ ഈ മോന്ത കാണണ്ടാലോ. അത്രയും സമാധാനം. നീയൊന്നും ഒരിക്കലും ഈ ഗുണം പിടിക്കത്തില്ലടി. അവർ അവളെ ശാപവാക്കുകൾ കൊണ്ട് മൂടി. ഭാഗ്യ തിരിഞ്ഞു നടന്നു. ഇതും പ്രതീക്ഷിച്ചതാണ്. പക്ഷെ പറയാതെ പോകാൻ മനസ്സനുഭവിച്ചില്ല.
അഭയം തന്ന വീടല്ലേ, പട്ടിണിയായിരുന്നെങ്കിലും തെരുവിലേക്ക് വിട്ടില്ലല്ലോ, ആ ഒരു നന്ദി മാത്രം. അവൾ മുറിയിൽ കയറി പൊട്ടി വീഴാറായ വാതിൽ പതിയെ ചേർത്തടച്ചു. ചിതൽ പിടിച്ച അലമാരയിൽ നിന്നും തനിക്ക് ആകെയുള്ള കുറച്ച് തുണികൾ മാത്രം എടുത്തു. അപ്പോഴാണ് ഓർത്തത്, നാളെ ഇട്ടുകൊണ്ടു പോകാൻ നല്ലതൊന്നും തനിക്കില്ലല്ലോ എന്ന്. അവൾ തനിക്കായി നൽകിയ ചിതൽ പിടിച്ച അലമാര തുറന്നു നോക്കി. തൻ്റെ അമ്മയുടെ വസ്ത്രങ്ങളായിരുന്നു അതിൽ കൂടുതലും. തനിക്കെന്ന് പറയാൻ ആകെ 3 വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും രണ്ടാനമ്മയുടെ മക്കളിട്ട് പഴകിയത്. അവൾ വീണ്ടും തിരഞ്ഞു. അപ്പോഴാണ് അവളുടെ അമ്മയുടെ വിവാഹ വസ്ത്രം അവളുടെ കണ്ണിലുടക്കിയത്. ഒരു നിമിഷം അവൾ അതിലേക്ക് നോക്കി. എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ അത് കയ്യിലെടുത്തു. ആ സാരി നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ചു. മുഖമില്ലാത്ത അമ്മയുടെ ചിത്രം അവളുടെ മനസ്സിലേക്ക് വന്നു. അവൾ അതുമായി എഴുന്നേറ്റു. കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നവൾ അത് തൻ്റെ മേൽ വെച്ചു നോക്കി. നാളെ തൻ്റെ വിവാഹമാണ്. മറ്റു പെൺകുട്ടികൾക്കൊക്കെ വിവാഹം എന്നാൽ സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ചടങ്ങാണ്. എന്നാൽ തനിക്കോ? അവൾ നെടുവേർപ്പെട്ടു. അമ്മയുടെ വസ്ത്രങ്ങളും തനിക്കാകെയുള്ള 3 ചുരിദാർ ടോപ്പുകളും ഒരു കവറിലേക്കാക്കി അവൾ ആ മുറിയെ മൊത്തമായി ഒന്ന് നോക്കി. ഇനി മുതൽ തൻ്റെ ലോകം മറ്റൊരു 4 ചുവരുകളിലായിരിക്കും. ഇനി ഈ വീടിൻ്റെ പടി പോലും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. കഴിഞ്ഞ 18 വർഷത്തെ ഓർമ്മകൾ ഒരു മിന്നായം പോലെ അവളുടെ മനസ്സിലേക്ക് പാഞ്ഞെത്തി. അവൾ നിലത്തെ പായിലേക്ക് ചാഞ്ഞു. നാളെ തൻ്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് മാറിയൊഴുകാൻ പോകുകയാണ്. തൻ്റെ കഴുത്തിൽ വീഴുന്നത് താലിയോ അതോ മറ്റൊരു കുരുക്കോ എന്നറിയാത്ത ഭാഗ്യനിദ്രയിലാണ്ടു. പിറ്റേന്ന് 4:30 ആയപ്പോഴേക്കും അവൾ എഴുന്നേറ്റു. കിണറിൽ നിന്ന് കുറച്ച് വെള്ളം കോരി പുറത്തെ ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞ് തിരികെ മുറിയിലേക്ക് വരുമ്പോൾ അവളെ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ വേഗം അമ്മയുടെ കല്യാണ സാരി ഉടുത്തു. ഓഫ് വൈറ്റ് നിറത്തിൽ സ്വർണ്ണ കസവോടുകൂടിയ സാരിയും അതിനോട് ചേർന്ന ബ്ലൗസുമായിരുന്നു അത്. തനിക്കും അമ്മയ്ക്കും ഒരേ വണ്ണമായതിനാൽ ബ്ലൗസ് അവൾക്ക് കൃത്യമായിരുന്നു. പകുതിയും പൊട്ടി പാടുകൾ വന്ന കണ്ണാടിയുടെ മുൻപിൽ വന്ന് അവൾ തന്നെ നോക്കി നിന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ സാരി ഉടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവൾ അടുക്കളയിലേക്ക് ചെന്ന് അടുപ്പിൽ നിന്ന് കുറച്ച് കരിയെടുത്ത് വെള്ളത്തിൽ ചാലിച്ച് നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടു തൊട്ടു. അതിനു മുകളിലായി ചന്ദനക്കുറിയും വരച്ചു. തിരികെ തൻ്റെ മുറിയിലേക്ക് വന്നു. കാതിലോ കഴുത്തിലോ കയ്യിലോ അവൾക്കിടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യ തൻ്റെ അലമാരയുടെ അടിയിൽ കുനിഞ്ഞു നോക്കി. ചുവപ്പും പച്ചയും കറുപ്പും നിറമുള്ള വളകൾ ഓരോന്ന് വീതം കെട്ടി. 3ഉം പൊട്ടിയവയായിരുന്നു. എങ്കിലും അവൾ അതിൽ നിന്ന് ഒരു ചുവപ്പ് വള കയ്യിലേക്കിട്ടു. മറ്റു 2 എണ്ണം ഒരു പത്രക്കടലാസിൽ പൊതിഞ്ഞ് കവറിലേക്ക് വെച്ചു. എവിടുന്നോ കിട്ടിയ കുറച്ച് മുത്തുകൾ അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതിൽ നിന്ന് 3 ചുവന്ന മുത്തുകൾ എടുത്ത് ഒരു നൂലിലേക്ക് കോർത്ത് അവൾ കഴുത്തിലേക്ക് കെട്ടി. അവൾ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. കമ്മലൊഴിച്ച് ബാക്കിയെല്ലാം പേരിനിട്ടിട്ടുണ്ടെന്നായി. എങ്കിലും തൻ്റെ ഈ കോലം കാരണം വരുന്നവർക്ക് നാണക്കേടാവുമല്ലോ എന്ന് അവൾ ആകുലപ്പെട്ടു. എന്നാലും കാതിലിടാൻ ഒന്നുമില്ലല്ലോ, അവരൊക്കെ എന്തു വിചാരിക്കും? അവൾക്ക് തൻ്റെ അവസ്ഥയോർത്ത് പുച്ഛം തോന്നി. അവൾ മുടി അഴിച്ചിട്ടു. ചെറിയ നനവുണ്ടിപ്പോഴും. കൈമുട്ടിൻ്റെ ഒപ്പമേ അവൾക്ക് മുടിയുള്ളൂ. ബാക്കിയെല്ലാം ശ്രീകല വെട്ടിക്കളഞ്ഞു. തൻ്റെ മക്കളുടെ അത്രയും മുടി പോലും ഭാഗ്യയ്ക്ക് പാടില്ല എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവൾ ഇരുവശത്തു നിന്നും കുറച്ച് മുടിയെടുത്ത് പുറകിലേക്ക് മെടഞ്ഞിട്ടു. ബാക്കി മുടിയിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് ഇരുവശത്തു നിന്നും ഇട്ട് ചെവി മറച്ചു. ഇനി കമ്മലുണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും കാണില്ല. ഒരുങ്ങണമെന്നോ സുന്ദരിയായി വിവാഹത്തിന് പോകണമെന്നും ആഗ്രഹമുണ്ടായിട്ടല്ല. തന്നെ സ്വീകരിക്കുന്ന ആൾക്ക് താൻ കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കേടുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഈ വേഷം കെട്ടലൊക്കെ. അവൾ അവസാനമായി ആ മുറി ആകെ കണ്ണോടിച്ചു. ഓർമ്മ വെച്ച നാൾ മുതൽ തലചായ്ക്കാൻ ഇടം തന്ന ചുവരുകളാണ്. എന്തൊക്കെ കഷ്ടപ്പാടുകളാണെങ്കിലും തൻ്റെ സ്വർഗമായിരുന്നു ഈ മുറി. അമ്മ മുറിക്കുന്നതിന് മുൻപ് വരെ അച്ഛനും താനും അമ്മയും ഒരു മുറിയിലായിരുന്നു കിടക്കാറ്. പക്ഷെ അച്ഛൻ കട്ടിലും അമ്മയും താനും നിലത്തും. അച്ഛൻ അമ്മയോട് വെറുപ്പായിരുന്നു. കുട്ടിക്കാലത്ത് അമ്മയെ അച്ഛൻ ഉപദ്രവിക്കുന്നത് കണ്ണീരോടെ നോക്കി നിന്നിട്ടുണ്ട്. പാവം അമ്മ വിവാഹത്തിന് ശേഷം സന്തോഷം എന്തെന്നറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാവും നേരത്തെ പോയത്. തനിക്കും ദൈവം അതേ വിധിയാണ് കാത്തു വെച്ചിരിക്കുന്നതെന്ന് അവൾ നിസ്സഹായതയോടെ ആലോചിച്ചു. ഇറങ്ങാൻ നേരമായപ്പോൾ എന്തിനോ സങ്കടം തോന്നി. ആ മുറി വിട്ടിറങ്ങാൻ മനസ്സനുവദിക്കാത്തതുപോലെ. ആരും കേൾക്കാതെ വായിൽ തുണി തിരികെ നിശബ്ദമായി തേങ്ങിയതും ആരോടും മിണ്ടാനില്ലാത്തതിനാൽ ഈ ചുവരോട് പരിഭവങ്ങൾ പറഞ്ഞതും രണ്ടാനമ്മയുടെ മക്കൾ ഉപേക്ഷിച്ച് കളയുന്ന അവരുടെ പഴയ സാധനങ്ങളൊക്കെ ആരും കാണാതെ സൂക്ഷിക്കുന്നതും എല്ലാം ഇവിടെയായിരുന്നു. ഇനി ഇവിടേക്ക് ഒരിക്കലും തിരികെ വരില്ലായിരിക്കും. ചിലപ്പോൾ അവിടെ കിടന്ന് താൻ ചത്താൽ പോലും ആരും തിരിഞ്ഞു നോക്കാൻ വരില്ലായിരിക്കും. എങ്കിലും 18 വർഷം താൻ വളർന്ന ഈ വീട് വിട്ടുപോകാൻ ഒരു വിഷമം.
അവൾ തൻ്റെ കവറെടുത്ത് വീടിൻ്റെ പിന്നിലൂടെ വഴി ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. പക്ഷെ അവസാനമായി അമ്മയെ ഒന്ന് കാണാൻ തോന്നി. അവൾ അമ്മയുടെ കുഴിമാടത്തിനരികിലേക്ക് ചെന്നു. അമ്മേ, ചിന്നുമോള് പോവാണ്. ഇനി അമ്മയുടെ അടുത്തേക്ക് വരില്ലാട്ടോ. എൻ്റെ കല്യാണമാണ് ഇന്ന്. അമ്മയുണ്ടായിരുന്നെങ്കിൽ അമ്മ ഒരുപാട് സന്തോഷിക്കില്ലേ. ഇന്നത്തെ ദിവസം സാഗർ എന്ന ആളുടെ പേര് എങ്ങനത്തെ ആളാണെന്ന് പോലും അറിയില്ല അമ്മേ. ഇവർക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി. ഇനി ഞാനായിട്ട് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ 16 വർഷത്തെ പോലെ ഇനി ഒരു തിരി തെളിയിക്കാൻ ഇങ്ങോട്ട് വരില്ല കേട്ടോ. ഞാൻ പോവാ, എന്നെ അനുഗ്രഹിക്കണം. അവൾ ആ കുഴിമാടത്തിൽ തൊട്ടു പറഞ്ഞു. അവളുടെ കവിളിനെ തൊട്ടുരുമിക്കൊണ്ട് മിഴിനീർ ആ മണ്ണിൽ അലിഞ്ഞു ചേർന്നു. ഭാഗ്യ പിന്നീടൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു. പിച്ച വെച്ച് നടന്ന വഴികളെ പിന്നിലാക്കി അവൾ ദൂരേക്ക് പോയി മറയുന്നത് ദൂരെ ഇരുന്ന് ആ അമ്മമ്മനം കാണുന്നുണ്ടായിരുന്നു. മുന്നോട്ടുള്ള വഴികളൊക്കെ ഇരുട്ട് നിറഞ്ഞതായിരുന്നു. എങ്കിലും അവൾക്ക് ഭയം തോന്നിയില്ല. എന്തോ ഒരുതരം നിർവികാരതയാണ് തന്നെ ബാധിച്ചിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിലും തൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നല്ലോ. കൺമുൻപിൽ നിന്ന് തന്നെ തൻ്റെ വീട് മറയുന്നതിന് മുൻപ് അവൾ അവസാനമായി തിരിഞ്ഞു നോക്കി. തൻ്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് ഇനി കാണാൻ പോലും കഴിയില്ല. അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ മാത്രം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കൂടുതൽ ചിന്തിക്കാതെ അവൾ മുന്നോട്ട് നടന്നു. സമയം 5 മണി ആവുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. നാട്ടുകാരുടെ കണ്ണിൽ പെടാതെ എത്രയും വേഗം അമ്പലത്തിലെത്തണം. അല്ലെങ്കിൽ നാളെ താനൊരു ചർച്ചാ വിഷയമായിരിക്കും ആളുകൾക്ക്. അവൾ നടത്തത്തിൻ്റെ വേഗത കൂട്ടി. അരമണിക്കൂറിനുള്ളിൽ അവൾ അമ്പലത്തിലെത്തി. 1-2 പേർ മാത്രം ആ പരിസരത്തുണ്ടായിരുന്നു. അവളൊരു അരികിലായി നിന്ന് ചുറ്റും വീക്ഷിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ പേടി ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ അവരാരെങ്കിലും അമ്പലത്തിൽ വരുമ്പോൾ മാത്രം ആ കൂടെ വരും. അല്ലാതെ തന്നെ പുറത്തിറങ്ങാൻ ഒന്നും അവർ സമ്മതിക്കില്ല. അന്ന് വന്ന് കണ്ട ഓർമ്മയുള്ളൂ സാഗറേട്ടനെയും വീട്ടുകാരെയും ഒക്കെ. ആ അമ്മയുടെയും ഏട്ടൻ്റെയും അല്ലാതെ ആരുടെയും പേര് പോലും അറിയില്ല. തന്നെ പോലെ ഇത്രയും ഗതികെട്ടൊരു പെണ്ണ് ഈ ലോകത്തുണ്ടാവുമോ ദൈവമേ. മറ്റൊരു പെണ്ണിനും ഈ അവസ്ഥ വരുത്തരുതേ ഭഗവാനെ. അവൾ കണ്ണുകൾ അടച്ചു. അന്ന് കണ്ട ആ പുരുഷരൂപം അവളുടെ മനസ്സിലേക്ക് കയറി വന്നു. തൻ്റെ ഭർത്താവാകാൻ പോകുന്നയാൾ ഞാൻ കാരണം അദ്ദേഹത്തിനും കുടുംബത്തിനോ യാതൊരു പ്രശ്നവും വരരുതേ ഭഗവാനെ. അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. അപ്പോഴേക്ക് നട തുറന്നു. ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം അവൾക്ക് മുന്നിൽ പ്രത്യക്ഷമായി. പൊന്നോടക്കൊഴിലും പിടിച്ച് ചുണ്ടിൽ കള്ള ചിരിയുമായി നിൽക്കുന്ന കൃഷ്ണ ഭഗവാൻ. പൂജാരി കണ്ണൻ്റെ കഴുത്തിലേക്ക് തുളസിമാല അണിയിക്കുന്നത് നോക്കി അവൾ കൈ കൂപ്പി നിന്നു. പരിസരമാകെ പരിശുദ്ധിയുടെ അനുഭവം നിറയുന്നതായി അവൾക്ക് തോന്നി. തുളസിമാലയുടെ സൗരഭ്യം അവിടെ മാകെ പരക്കുന്നത് അവൾ അനുഭവിച്ചറിഞ്ഞു. ഭഗവാൻ തന്നെ നോക്കിച്ചിരിക്കുന്നു. എൻ്റെ കൃഷ്ണ, ഇത് നീ എന്നെ കളിയാക്കിച്ചിരിക്കുന്നതാണോ? പ്രാർത്ഥനയോടെ അവൾ മനസ്സിൽ പറഞ്ഞു. ഭാഗ്യയെ പിന്നിൽ നിന്ന് കേട്ട സ്ത്രീ ശബ്ദം ആരുടേതെന്നറിയാൻ അവൾ തിരിഞ്ഞു നോക്കി. കുട്ടിക്ക് എന്നെ മനസ്സിലായോ? ഞാൻ അന്ന് കുട്ടിയുടെ വീട്ടിൽ വന്നിരുന്നു പെണ്ണ് കാണാൻ. കൃഷ്ണപ്രഭ, സാഗറിൻ്റെ അമ്മ. ഭാഗ്യം മനസ്സിലായി എന്ന് തലയനക്കി. വരൂ, അവിടെ എല്ലാം തയ്യാറാണ്. പ്രഭ അവളെ കൂട്ടി മുന്നോട്ട് നടന്നു. ഉള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നെങ്കിലും ഭാഗ്യ അവരുടെ ഒപ്പം നടന്നു. അമ്മ കഴിഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ടാവും ഒരാൾ തന്നോട് ഇത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നത്. എങ്കിലും വിശ്വസിക്കാനാവുന്നില്ല. അറക്കാൻ കൊണ്ടുപോകുന്ന മുട്ടനാടിനെ സ്നേഹിക്കുന്നത് പോലെയാണോ ഇപ്പോൾ തന്നോട് കാണിക്കുന്നത്? അല്ലെങ്കിൽ ഇത്രയും ഗതികെട്ട അവളെ സ്വന്തം മകന് ഭാര്യയായി കൊടുക്കുന്നത് എന്തിന്? ഭാഗ്യയുടെ മനസ്സിലെ സംശയങ്ങൾ ഏറെയായിരുന്നു. ഭഗവാനെ എന്തും നേരിടാനുള്ള മനക്കരുത്ത് നൽകണേ, അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രഭ ഭാഗ്യയെ മഹാദേവന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. അവൾ കൈകൂപ്പി തൊഴുതു. തൻ്റെ ചുറ്റും കുറച്ചാളുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ആരെയും നോക്കാനാവുന്നില്ല. എന്തോ ഒരുപാട് പേരെ കണ്ടതുപോലെ എല്ലാവരുടെയും ശ്രദ്ധ തന്നിലാണ്. അവരെല്ലാം തൻ്റെ വേഷത്തെ അളക്കുകയാകും. ഭാഗ്യയ്ക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. ഇങ്ങനെ ഒരു ജന്മം അവൾ സ്വയം പരിതപിച്ചു. മോളെ. ഉടനെ മറ്റൊരു സ്ത്രീ വന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഭാഗ്യ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. മുഖം അവൾ ആദ്യമായി കാണുകയായിരുന്നു. 30-നടുത്ത് പ്രായം കാണും. സുന്ദരിയാണ്. ഞാൻ രാധിക. സാഗറിൻ്റെ വീടിൻ്റെ അടുത്താണ് താമസം. ആ നിൽക്കുന്നത് എൻ്റെ കെട്ടിയൻ വിവേക്. പുള്ളിയുടെ കയ്യിലിരിക്കുന്നത് ഞങ്ങളുടെ മോള് വേദിക. 4 വയസ്സായി. ബാക്കിയൊക്കെ വഴിയെ പരിചയപ്പെടാട്ടോ. പേടിക്കൊന്നും വേണ്ടാട്ടോ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അവളെ ആശ്വസിപ്പിച്ച ശേഷം രാധിക വിവേകിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. ഭാഗ്യയ്ക്കിപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി. ഇവരെങ്കിലും തന്നെ വന്നൊന്ന് ചേർത്ത് പിടിച്ചല്ലോ. പെട്ടെന്ന് അവളുടെ അടുത്തായി മറ്റൊരാൾ വന്നു നിന്നു. ഭാഗ്യ ഒന്ന് ഞെട്ടി ആ വശത്തേക്ക് നോക്കി.
കടും പച്ചക്കറിയുള്ള വെള്ളമുണ്ടും പച്ച ഷർട്ടുമിട്ട് വീട്ടി ഒതുക്കിയ താടിയും മുടിയുമുള്ള ആൾ. തന്നേക്കാൾ പൊക്കവും വണ്ണവുമുണ്ട്. അത് സാഗറാണെന്ന് ഭാഗ്യ തിരിച്ചറിഞ്ഞു. അന്ന് കുറച്ചകലം വിട്ട് കണ്ടതല്ലാതെ അവൾ അവനെ അധികം ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ അവളെ ഒന്ന് നോക്കുക കൂടെ ചെയ്യാതെ സാഗർ മറ്റെങ്ങോ നോക്കി നിന്നു. പിന്നീട് അവൾ അവനെ നോക്കിയതേയില്ല. അപ്പോഴേക്കും ഭാഗ്യയ്ക്ക് വിവാഹത്തെപ്പറ്റി ഏകദേശം ഊഹം കിട്ടിയിരുന്നു. അവളുടെ കണ്ണുകൾ കലങ്ങി. അവളും തല കുമ്പിട്ട് നിന്നു. പൂജാരി വന്ന് താലി സാഗറിന് കൊടുത്തു. അവൻ ആർക്കോ വേണ്ടി എന്ന പോലെ ഭാഗ്യയുടെ കഴുത്തിൽ ആ ചരട് കെട്ടി. ഭാഗ്യ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു നിന്നു. അവളുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകി ഇറങ്ങി. ഭഗവാനെ, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആർക്കും ഭാരമാകാതെ ഇരുന്നാൽ മാത്രം മതി. കൂടുതലൊന്നും ചോദിക്കാൻ എനിക്ക് അർഹതയില്ല. അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. താലി കെട്ടി കഴുത്തിൽ മാലയുമിട്ട് അവളുടെ സിന്ദൂരരേഖ ചുവപ്പിച്ച ശേഷം അവൻ അവളുടെ അടുത്തു നിന്നും മാറി നിന്നു. ആ മുഖത്ത് യാതൊരു ഭാവവുമില്ലായിരുന്നു. ദേഷ്യമോ വെറുപ്പോ വാശിയോ സന്തോഷമോ സങ്കടമോ ഒന്നും തന്നെ. എല്ലാം ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയായിരുന്നു ആ നിൽപ്പ്.